പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സകല കുടുംബങ്ങൾക്കും നന്മനായ സ്വർഗ്ഗസ്ഥപിതാവേ, ഞായറാഴ്ചയായിരുന്ന കർത്താവേ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ അറിയത്തിലേക്ക് വരുവാനും കുടുംബമായി ആരാധിപ്പാനും ഒരുക്കുന്ന കുടുംബങ്ങളായി ശ്രമിക്കുന്നു. സ്വാതന്ത്ര്യമാനെ കടന്നു വന്ന എല്ലാ പ്രിയങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പറഞ്ഞതായിരിക്കുന്ന പ്രിയമക്കളെയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യവസ്ഥാനം ദൈവമായ സാന്നിധ്യത്തിലേക്ക് വന്നു മഷിയുടെ നാമത്തിലെ ആയിരിക്കുന്നു. ഗുരുവിനോട് കേൾക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമമായി ഞാൻ കീർത്തനങ്ങൾ 56 കീർത്തനം നമ്പർ 56. നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും
സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നും രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലിനെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായി ഈ കൽപ്പനകൾ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധവചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായ താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയോ സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറവിൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങൾക്കുമായി പാവം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു.
സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപ വഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു അവളെ രക്ഷിപ്പാൻ ലോകത്തുനിന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയും തങ്ങളുടെ സഹോദരരെ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹോന്നതയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് തന്നെ ഉണ്ടായി നിങ്ങളുടെ സകലപാപങ്ങളെ ക്ഷമിച്ച് അവൾ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം ദൈവിക ദാനം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണഭൂതനായ ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ യഥാജനമായി നിലനിൽക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ കേന്ദ്രമായി നില സ്വീകരിക്കാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായ കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. ഇന്നത്തെ ചെയ്യപ്പെട്ടിരിക്കുന്ന പഴയ നിയമപാഠം യോശുവ 24-ാം അധ്യായം 14 മുതൽ 22 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾവീൻ. Joshua chapter 24 verses 14 to 22. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കരെയും മിസ്രയീമിൽ വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനെതിരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർക്കുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ ഞങ്ങൾക്ക് സമ്മതി വരട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കാക്കന്മാരെയും അടിമവിടാൻ അവസരത്തെ പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകയും ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോയ സകല രാജ്യങ്ങളുടെയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലയോ. ദേശത്ത് വാഴുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങൾ യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുടെ ദൈവം. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുൻപേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിച്ച് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യഹോവയോട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന
മക്കൾ എന്ന് അവർ പറഞ്ഞു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 128 സങ്കീർത്തനം, Psalms 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവാധ്വാനമുള്ള നിത്യനും നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയും കാണും. മക്കളുടെ മക്കളെ നീ കാണും. സെന്മേൽ നീ സമാധാനം ഉണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ എല്ലാവർക്കും ഇരിക്കാം. 2ാം പാഠം, സെക്കൻഡ് ലെസൺ. അവൻ തന്റെ മഹത്വത്തിന്റെ രത്നോപകരണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ വെളിപ്പെടേണ്ടതിനും വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തെ പേരുത്തി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്താകുന്ന സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞിരിക്കുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള ദൈവജനങ്ങളെ കേൾപ്പിൻ. Gospel according to St. Mark, chapter 3, verses 31 to 35. അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാർ അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 57, ഹിൻ നമ്പർ 57.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കുടുംബ ഞായറാഴ്ചയായി വേർതിരിച്ചിരിക്കുന്ന ഈ സമയത്ത്, ഈ കോവിഡ് കാലഘട്ടത്തിൽ ചുരുക്കമായി കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുന്ന വൻകൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കളെ നിങ്ങളിൽ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാ ധന്യമാക്കണമേ. മഹത്വം അവിടെ നിന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുടുംബ ഞായറാഴ്ചയായിട്ട് നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ സഭയെ സംബന്ധിച്ച് കുടുംബ ഞായറാഴ്ച, ഫാമിലി സൺഡേ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒന്നിച്ച് കടന്നു വരാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇത്രയും കുടുംബങ്ങൾ ഒരുമിച്ച് എൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം കരയറ്റുക. നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും പ്രതിനിധികളായിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് വലിയവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. തുടർന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ പരിമിതമായ സാഹചര്യത്തിലും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ വലിയവനായ ദൈവം ശക്തീകരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് ഒന്നാം പാഠമായി വായിച്ച യോശുവയുടെ പുസ്തകത്തിൽ യോശുവ ഇപ്രകാരം പറയുകയാണ്: ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബം ദൈവത്തിൻ്റെ ദാനം. ഫാമിലി ആസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കുടുംബത്തിൻ്റെ സ്ഥാപകൻ സർവശക്തനായ ദൈവമാണ്. അതിനാൽ കുടുംബത്തിൽ ദൈവത്തിന് മുഖ്യമായ സ്ഥാനമുണ്ട്. ദൈവത്തിൻ്റെ ദാനമായ കുടുംബങ്ങളിൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം നൽകുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതാകുന്നത്. വിശുദ്ധ വേദോസം പറയുന്നു, എല്ലാ ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ആഴമായതും ദൃഢമായതും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹവും അതിലൂടെ അവർ നയിക്കുന്ന കുടുംബജീവിതവുമാണ്. പുരുഷനും സ്ത്രീയും പരസ്പരാശ്രയത്തിനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം പഠിക്കാൻ നമുക്കറിയാം, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ദൈവം നൽകി. ഉത്തരാധുനിക യുഗത്തിൽ ഈ ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട്. പുരുഷന് സ്ത്രീ എന്നുള്ള ചിന്താഗതി മാറിയിട്ട് പുരുഷന് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയും, സ്ത്രീകൾക്ക് ചില വളർത്തുമൃഗങ്ങളൊക്കെ ആയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അടുത്ത കാലത്ത് അമേരിക്ക കണ്ടുവല്ലോ, താൻ ഓമനിച്ചു വളർത്തിയ നായയെ ഭർത്താവായി സ്വീകരിച്ചതായ ഒരു സ്ത്രീയുടെ കഥ. അതുപോലെ ഒരു കുതിരയെ ഭർത്താവായി സ്വീകരിച്ചതായ മറ്റൊരു സ്ത്രീയുടെ കഥയുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ചിന്ത, കുടുംബം ദൈവത്തിൻ്റെ ദാനമാണ്. യുദ്ധത്തിന് പുറപ്പെടുന്ന മുമ്പ് ഒരു പ്രാർത്ഥനയും, കടലിലേക്ക് പോകുന്ന മുമ്പ് 2 പ്രാർത്ഥനയും, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് 3 പ്രാർത്ഥനയും ചൊല്ലണമെന്നൊരു ആപ്തവാക്യമുണ്ട്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് കുടുംബം, നമ്മുടെ ഫാമിലി. ഇന്ന് ഫാമിലിക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര കുടുംബങ്ങൾ
ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു? കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും രാവിലെ വൈകിട്ടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. പണ്ട് കുടുംബങ്ങളിൽ ഏറ്റവും വലിയ കൂട്ടായ്മയായിരുന്നു ഊണുമേശ, ഡൈനിങ് ടേബിൾ. ഒരു ചിന്തകൻ ആ ഊണുമേശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഫെലോഷിപ്പ് ഓഫ് ജനറേഷൻസ്. അവരുടെ തലമുറകളുടെ കൂട്ടായ്മയാണ് നടക്കുന്നത്. അപ്രകാരമുള്ളതായ കുടുംബം അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ വളരെ തിരക്കുകളുടെ മധ്യയാണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു ആൻറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 4 ചാവിയുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മോക്ക്, ഒന്ന് മോന്, ഒന്ന് എനിക്ക്, ഒന്ന് ഹസ്ബൻഡിന്. ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ലോക്ക് ചെയ്യാവുന്ന ലോക്കാണ്. അവരവിടെ ജോലി കഴിഞ്ഞ് വന്നു, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്, കഴിക്കുക, പോവുക. അപൂർവമായിട്ട് ചില സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ചിലരൊക്കെ ഒന്നിച്ച് കാണാറുണ്ട് പറഞ്ഞു. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. സ്നേഹമുള്ള ചിരഞ്ജി ജോർജ് സാർ വായിച്ചുവല്ലോ, യോശുവയെ സംബന്ധിച്ചുള്ള ചിന്തയെ പങ്കുവച്ചത്. യോശുവയുടെ കുടുംബം സമർപ്പണവും അനുസരണമുള്ള കുടുംബമായിരുന്നു. ഡെഡിക്കേറ്റഡ് ആൻഡ് ഒബീഡിയന്റ് ഫാമിലി ഈ കാലഘട്ടത്തിൽ കുറവായി വന്നിരിക്കുക. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ എല്ലാ ഇസ്രായേലിലെയും അവിടെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രജകളെയും പ്രമാണികളെയും വിളിച്ച് ശേഖേമിൽ കൂട്ടി അവരോട് തുടർന്ന് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങൾ പറയുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെട്ട് ദൈവത്തെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. കാരണം ഇസ്രായേലിനെ രക്ഷിച്ച ദൈവത്തോട് വിശ്വസ്തതയും ഭക്തിയുള്ളവരായിരിക്കണം എന്നതായിരുന്നു അതിൻ്റെ ചുരുക്കം. നമ്മെ വീണ്ടെടുത്തതായ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തോട് നാം ഭക്തിയുള്ളവരായിരിക്കണം, പരമാർത്ഥതയുള്ളവരായിരിക്കണം എന്നാണ് യോശുവ പറഞ്ഞത്. യോശുവയെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചില ചിന്തകളുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു, എന്നാൽ ഈ ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ച് കൊടുക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞത് യോശുവയ്ക്കാണ്. കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് യോശുവ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു കണ്ടീഷൻ, ഒരവസ്ഥ ഈ ജനത്തോട് വെക്കുകയാണ്. യോശുവ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ കൈകൊണ്ട് നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ കൈകൊണ്ട് പണിതിട്ടില്ലാത്ത വീടുകൾ ദൈവം നിങ്ങൾക്ക് തരും. എല്ലാം ശരിയാണ്. ഒരു തിരഞ്ഞെടുപ്പ് വേണം. ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. തിരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുക. എന്നും തിരഞ്ഞെടുക്കുവാനുള്ളതായ അവസരം നമുക്കുണ്ട്. ശരിയുണ്ട്, തെറ്റുണ്ട്, നീതിയുണ്ട്, അനീതിയുണ്ട്, സത്യമുണ്ട്, അന്യായമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. നദിക്ക് അക്കരെ വെച്ച് നിങ്ങൾ കണ്ട ഫറവോന്റെ ദൈവത്തെയോ അമോനിയ ദേവന്മാരെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഭക്തനായ യോശുവ പറയാണ്, നിങ്ങൾക്ക് ഫറവോന്റെ ദൈവത്തെയോ അമോനിയ ദേവന്മാരെയോ തിരഞ്ഞെടുക്കാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ വ്യക്തിപരമായി തീരുമാനമെടുക്കുന്നതിൽ ഉറപ്പുള്ളവനായിരുന്നു. അതൊരു ഉറപ്പ് തന്നെയാണ്. ഇന്ന് പല കുടുംബങ്ങൾക്കും കുടുംബനാഥന്മാർക്കും ഈ ഉറപ്പില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യയോട് ചോദിക്കും, അത് വേണോ അടിയെന്ന് ചോദിക്കും. അത് നല്ലതാണ്. പക്ഷെ യോശുവയെ സംബന്ധിച്ച് പറയുകയാണ്, ഇതൊരു ഉറപ്പാണ്.
അതൊരു ധൈര്യമാണ്, അതൊരു വിശ്വാസമാണ്, അതൊരു പ്രത്യാശയാണ്. ഇങ്ങനെ ഉറപ്പോടും ധൈര്യത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ പിതാക്കന്മാർ ഇല്ലാതെ പോയതാണ് നമ്മുടെ ശാപം. അതുകൊണ്ട് ആധുനിക കുടുംബങ്ങൾക്കും ദൈവത്തെ ആരാധിക്കുന്നതിനും സാക്ഷീകരിക്കുന്നതിനും യോശുവയുടെ ഉറച്ച നിലപാട് അത്യാവശ്യമാണ്. ഇതിൽ നാം സമർപ്പണവും അനുസരണമുള്ള കുടുംബങ്ങളായി ജീവിക്കണം. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ മറ്റൊരു ചിന്ത, ഇന്ന് വായിച്ച എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 21 വരെയാണല്ലോ. ക്രിസ്തുവിന് വസിക്കുവാൻ ഇടം നൽകുന്നതാണ് കുടുംബം. ഫാമിലി വിച്ച് ഗിവ്സ് സ്പേസ് ഫോർ ക്രൈസ്റ്റ്. കുടുംബ ജീവിതവും പരിപാലനം നന്നായിരിക്കേണ്ടതിന് ദിനവും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കാരണം ആന്തരിക ജീവിത ബലത്തിനും ശക്തീകരണത്തിനും വേണ്ടിയാണ് ഈ പ്രാർത്ഥന. നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചു രക്ഷ പ്രാപിക്കുക. കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ആന്തരിക മനുഷ്യനിൽ വ്യാപിച്ച് ആ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിഞ്ഞ് ദൈവിക നിറവിൽ വളരുന്നതിന് ഇത് സഹായമായി തീരും. എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച്, കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ സാധിക്കും. ഇന്ന് വായിച്ചതായി എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ, അതുനിമിത്തം ഞാൻ സ്വർഗത്തിനു പോകുന്ന സകല കുടുംബത്തിനും പേരൊരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതുനിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പൗലോസിന്റെ പ്രസ്താവന ശ്രദ്ധേയമാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയോടെ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ സാധിക്കണം. എത്ര കുടുംബങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിലുള്ള വിശ്വാസം കുടുംബ ജീവിതത്തിൽ എപ്രകാരമായിരിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് സഹായമാകുന്ന ഒന്നാണ്. കാരണം ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ കൊടുത്ത, അപ്രകാരമായിരിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ വസിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സുകൾക്ക് കൂടുതൽ സന്തോഷകരവും ഊർജ്ജസ്വലവുമായിട്ടുള്ളതായ അനുഭവം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കൂടാതെ സന്തോഷവും സംതൃപ്തിയും ദാമ്പത്യത്തിൽ ലഭിക്കും. സ്നേഹപരമായ പെരുമാറ്റം ആകുലകൾ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. വളരെ പ്രയാസത്തിലായിരിക്കുന്നതായ ഭർത്താവിനോട് ഭാര്യ സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു എനർജി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദമ്പതികൾ തമ്മിലും കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കുക. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുമ്പോൾ കുടുംബജീവിതം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കിയും ആസ്വദിച്ചും ജീവിക്കേണ്ട ഒന്നാണെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പരസ്പരം മനസ്സ് തുറക്കുവാൻ സാധിക്കണം. നമ്മളിന്ന് ചിന്തിച്ചു നോക്കുക, വാക്കുകളിൽ ഇല്ലാതെ വരുമ്പോൾ മനുഷ്യബന്ധങ്ങളിൽ അകലം കൂടും. എന്നാൽ വാക്കുകളും സ്നേഹ സംഭാഷണങ്ങളും നമ്മെ കൂടുതൽ കുടുംബജീവിതത്തിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നുവെങ്കിലും പരസ്പരം സംസാരിക്കാത്തവരുണ്ട്, പരസ്പരം മിണ്ടാൻ സാധിക്കാത്തവരുണ്ട്. ഞാൻ ഉദാഹരണമായിട്ടൊന്നും പറയുന്നില്ല. ഉദാഹരണമായിട്ട് പറയുമ്പോഴത്തേനും അവിടെ പ്രയാസമാവും. പണ്ട് ഒരാളിങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഉദാഹരണമായിട്ട് അധ്യക്ഷൻ്റെ മകളെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ പോകുമ്പോൾ വേറെയാണ്. കാരണം ആ സ്റ്റേജിൽ തന്നെയായിരുന്നു. അപ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ രസം കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഇല്ലാതാക്കണം. കുടുംബജീവിതം പരസ്പരം അർപ്പിക്കപ്പെടലാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ
പരസ്പരം കൊടുക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റം, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ കടന്നു കയറുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ വിള്ളൽ സംഭവിക്കുക. ഒഴിവാക്കേണ്ടതിന് ഒഴിവാക്കുവാൻ സാധിക്കണം. ആ കടന്നുകയറ്റം അരോചകമായിരിക്കും. അതുകൊണ്ട് അത്തരം ചില കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ സാധിക്കണം. മറ്റൊരു ചിന്ത പറഞ്ഞിരിക്കുന്നത്, ജീവിതത്തിൽ വളഞ്ഞ വഴികൾ തേടാതെ എന്നും നേരായി ചിന്തിക്കുവാൻ സാധിക്കണം. അവിടെ പറഞ്ഞത്, സകല കുടുംബത്തിനും കാരണഭൂതനായ ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥനയോടെ നാം ആയി തീരുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുമെന്നാണ് എഫെസ്യ ലേഖനം പറയുന്നത്. മൂന്നാമതായി ചിന്ത, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന കുടുംബം ദൈവത്തിന് ദാനമാണ്. എ ഫാമിലി വിച്ച് ഫുൾഫിൽസ് ദ വിൽ ഓഫ് ഗോഡ്. ഇന്ന് വായിച്ചതായ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തോടുള്ള ഭക്തിയും അനുസരണവും രക്തബന്ധത്തെക്കാൾ കൂടുതലായി വേണമെന്ന് ഈ ഭാഗം സൂചിപ്പിക്കുക. നമ്മൾ ഇന്ന് രക്തബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യേശു മാതാവിനെയും ചാർച്ചക്കാരെയും തള്ളി പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ആത്മീയ ബന്ധത്തിന്റെ പ്രാധാന്യത്തിന് ഇവിടെ ഊന്നൽ നൽകി യേശു ചെയ്യുന്നത്. യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് യേശുവുമായി സ്വകാര്യമായി സംസാരിക്കുന്നതിന് അവസരം കിട്ടുന്നതിന് ആഗ്രഹിച്ച് പുറത്തു നിൽക്കുക. ഈ വാർത്ത യേശുവിനോട് അറിയിച്ചപ്പോഴുള്ളതായ യേശുവിൻ്റെ പ്രതികരണം പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു. വിശാല കുടുംബത്തെക്കുറിച്ചുള്ള ദർശനമാണ് യേശു കർത്താവോട് കാഴ്ചവെച്ചത്. യേശുവിൻ്റെ പ്രതികരണം, എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും അവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. രക്തബന്ധത്തെക്കാൾ ദൈവിക മഹത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമോ, യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അവനെ അയച്ചവനിൽ, പിതാവായ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ പുത്രൻ പറയുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ യോശുവ പറയുന്നുണ്ട്. നമ്മുടെ ശുദ്ധീകരണം, വിശുദ്ധ ജീവിതമാണ് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളത്. ഇന്ന് വായിച്ചതായി 122 സങ്കീർത്തനം വളരെ പ്രാധാന്യമുള്ള സങ്കീർത്തനമാണ്. വിവാഹ സൃഷ്ടിയിൽ നാം പാടുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്താണ് കുടുംബം? കുടുംബം ദൈവരാജ്യ അനുഭവമാണ്. കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാർ പറയാം, 1, യഹോവയെ ഭയപ്പെടണം. 2, അവന്റെ വഴികളിൽ നടക്കണം. കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിസ്സാര ചില കാര്യങ്ങൾ മാത്രമേ സങ്കീർത്തനക്കാരൻ പറഞ്ഞുള്ളൂ. യഹോവയെ ഭയപ്പെടുക, രണ്ടാമത് അവന്റെ വഴികളിൽ നടക്കുക. ആ മനുഷ്യനാ ഭാഗ്യവാൻ. ആ കുടുംബത്തിൽ വസിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. ആ കടമ എന്താണ്? ഭാര്യയുടെ കടമ എന്താണ്? മക്കളുടെ കടമ. ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, പാലസിനെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് മുന്തിരിവള്ളി ആത്മീയ ജീവിതത്തെ കാണിക്കുന്നു, സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ ഫലപ്രദമായ മുന്തിരിവള്ളിയായി തീരുവാൻ സാധിക്കണം ഭാര്യ. മക്കൾ എങ്ങനെയാ? മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഇന്ന് നമ്മുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണോ? ചില ഭവനങ്ങളിലൊക്കെ ഉണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒലിവ് തൈകൾ എന്ന് പറയുമ്പോൾ ഗ്രീസിൽ വിജയത്തിന്റെ അടയാളമായും ദൈവകൃപയുടെ തണലായും ഒലിവ് മരത്തെ ചില്ലകളെ പരിഗണിച്ചിരിക്കുക. വിജയത്തിന്റെ അടയാളമാണ്. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ, 127 സങ്കീർത്തനത്തിൽ പറഞ്ഞുണ്ട്, അങ്ങനെയുള്ള മക്കൾ പ്രകാരമായിരിക്കും. നഗരവാദികൾ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മക്കൾ ലജ്ജിതരായി തീരുകയില്ല. കാരണം അവർ ദൈവത്തിലെ വിശ്വസിക്കുന്നത്, അവർ മാതാപിതാക്കളെയാണ് അനുസരിക്കുന്നത്. നഗരവാദികൾ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിതരായി തീരുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവികാധികാരമുള്ളതായ മക്കൾ
ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരെപ്പോഴും അനുഗ്രഹിക്കപ്പെടും. നമ്മളിന്ന് സാഹചര്യങ്ങളെ പഴിക്കുന്നവരാണ്. അങ്ങനെ പോയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവിക സാന്നിധ്യമുണ്ടെങ്കിൽ അവിടേക്ക് ഉറച്ച് പ്രാപിപ്പാൻ സാധിക്കും. ഇവിടെ പറയുന്നുണ്ട്, അപ്പനും അമ്മയും മക്കളും അവർ ഒരുപോലെ യഹോവയുടെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് ജീവിച്ചെങ്കിലേ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതാണ് 128 സങ്കീർത്തനം പറയുന്നത്. അപ്പനും അമ്മയും മക്കളും അവർ ഒരുപോലെ യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തണം. അങ്ങനെ മുട്ടുകുത്തുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിരിക്കും നാം നയിക്കുന്നത്. പ്രിയമുള്ളവർ, അതിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ കുടുംബം നശിക്കും. ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന, ഒരുമിച്ച് വാക്കുകൾ ഷെയർ ചെയ്യുന്ന കുടുംബം അതെന്നും അനുഗ്രഹിക്കപ്പെടും. ഈ കാലഘട്ടത്തിൽ തിരക്കേറിയ ജീവിതത്തിൽ ഷെയറിങ് കുറഞ്ഞു വരുന്നതായ ഒരു കാലഘട്ടമാണ്. പരസ്പരം പങ്കുവെക്കലില്ല. ഊഹിച്ചെടുത്തോണം. ഈ കാലഘട്ടത്തിൽ ടെൻഷൻ, പിരിമുറുക്കം കൂടി വരുന്നു. എല്ലാ മേഖലകളിലും ടെൻഷൻ കടന്നു വരാറുണ്ട്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ചിലർക്ക് മാനസികമായിട്ടുള്ളതായ ധൈര്യം ചിലർക്കില്ലാതെ വരുന്നു. ഞാൻ പറഞ്ഞതാണ്, കൊല്ലത്ത് അടുത്ത കാലത്ത് ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? നമ്മുടെ ഹൈദരാബാദിൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. അടുത്ത കാലത്ത് ഞാനിരുന്നതായ അട്ടച്ചാക്കൽ സഭയിലെ ഒരു പെൺകുട്ടി താൻ വർക്ക് ചെയ്തതായ സൂപ്പർ മാർക്കറ്റിൽ 24,000 രൂപയുടെ കുറവ് ഫീൽ ചെയ്തപ്പോൾ അവിടുത്തെ ഓണർ വർക്ക് പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച പോയി ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ഇന്ന് മനുഷ്യൻ പിരിമുറുക്കത്തിൻ്റെ മധ്യത്തില്ല, ടെൻഷൻ്റെ മധ്യത്തില്ല. അവിടെയാണ് ഭാഗ്യകരമായ അവസ്ഥയിൽ മുന്നോട്ട് ജീവിക്കേണ്ടതിനെ കുറിച്ച് സംഗീതക്കാരൻ പറയുന്നത്. നമ്മുടെ പഴയ ആളുകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസമില്ലായിരുന്നു, പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് അവർക്കുണ്ടായിരുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ജീവിത അനുഭവങ്ങളിൽ കൂടെ അവർ പലരും നമ്മളെ കാണിച്ചു തന്നു. പഴയ കാലഘട്ടത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. അപൂർവമായിട്ടാണ് ആത്മഹത്യകൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരണം. കുടുംബം ഒരു ഉടമ്പടി സമൂഹമാണ്. ഫാമിലീസ് കവനന്റൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും മാതാക്കന്മാരും കുഞ്ഞുങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ആ ഉടമ്പടി ബന്ധത്തിന് എപ്പോൾ ആ ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുന്നുവോ അവിടെ കുടുംബം തകരുകയാണ് ചെയ്യുന്നത്. ആഴമായ സ്നേഹബന്ധത്തിൽ ജീവിതം പങ്കുവെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സഹയാത്രികരാണ് ദമ്പതികൾ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും. ആഴമായ സ്നേഹബന്ധത്തിൽ ജീവിതം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഈ യാത്ര എപ്പോൾ തീരുമെന്നറിയാൻ പാടില്ലാത്തതിനാൽ ഒരുമിച്ചുള്ള പ്രയാണത്തിൽ ലഭിക്കുന്ന സമയം ഏറ്റവും മധുരമുള്ള ഓർമ്മകളായിട്ട് തീരുവാൻ സാധിക്കണം. കുടുംബജീവിതത്തിൽ നാം ഒരുമിച്ച് പോകുമ്പോൾ എപ്പോഴാണ് നഷ്ടപ്പെടലുകൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല. നഷ്ടപ്പെട്ടു കഴിഞ്ഞോ ഞാൻ കുറച്ചുകൂടെ സ്നേഹിക്കേണ്ടതായിരുന്നു, ഞാൻ കുറച്ചുകൂടെ കരുതേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ദൈവം നൽകിയ ദാനമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ നാം ഏറ്റവും ആത്മാർത്ഥതയോടെ ജീവിപ്പാൻ സാധിക്കണം. നമുക്കറിയാം, തുടർന്നുള്ള നാളുകൾ എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിക്കാൻ സാധിക്കുകയില്ല. പുതിയ പുതിയ രോഗങ്ങൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക, പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക. ആർക്ക് കാണുമെന്നോ ആർക്ക് നിലനിൽക്കുമെന്നോ നമുക്കറിയത്തില്ല. ഉടയ തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആഴമായ സ്നേഹബന്ധത്തിൽ ജീവിതം പങ്കുവെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സഹയാത്രികരാണ് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഒന്ന് നഷ്ടപ്പെട്ടത് കഴിഞ്ഞിട്ട് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഷാജഹാൻ താജ്മഹൽ പണിത് മുംതാസിന് വേണ്ടിയാണ്, ആ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയാണ്. മുംതാസിന് കാണുവാൻ പോലും സാധിച്ചില്ല. നമ്മൾ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി മാതാക്കന്മാർക്കും അല്ലേ കല്ലറ പണിയും അവർ കാണുന്നുണ്ടോ? അതുകൊണ്ട് ഓഷോ പറഞ്ഞത്, ഞാൻ മരിച്ചു ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ മരണത്തിലേക്ക് കടന്നു വരരുത്,
കാരണം ഞാൻ അറിയുന്നില്ല, കാണുന്നില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മധ്യത്തിലേക്ക് കടന്നു ഞാൻ ആശ്വസിപ്പിക്കുക, എനിക്ക് നൽകേണ്ടതായ സ്നേഹം നൽകുക. അതാണ് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുക, നമ്മുടെ കുടുംബങ്ങൾ നാം കേട്ടതുപോലെ ചിന്തിച്ചതുപോലെ സമർപ്പണവും അനുസരണമുള്ള കുടുംബമായി തീരുവാൻ സാധിക്കണം. ഡെഡിക്കേറ്റഡ് ആൻഡ് ഒബീഡിയന്റ് ഫാമിലി. ഭക്തനായ യോശുവ പറഞ്ഞതുപോലെ, നിങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയണ്ട, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രണ്ടാമത്, ക്രിസ്ത്യൻ വസിപ്പാൻ ഇടം നൽകുന്ന കുടുംബമായിരിക്കണം നമ്മുടെ കുടുംബം. ഫാമിലി വിച്ച് ഗിവ് സ്പേസ് ഫോർ ക്രൈസ്റ്റ്. ഇന്ന് പലതിനും വളരെ പ്രാധാന്യം നമുക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ പലപ്പോഴും ക്രിസ്തുവിന് നമ്മുടെ ഭവനങ്ങളിൽ സ്ഥാനമുണ്ടോ? കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? മൂന്നാമത്, ഫാമിലി വിച്ച് ഫുൾഫിൽസ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന കുടുംബം ദൈവത്തിൻ്റെ ദാനം. യേശു കർത്താവ് പറയും, രക്തബന്ധത്തെക്കാൾ ദൈവികമായ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന കുടുംബങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനമോത്തും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിത്യ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലദേവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിന്റെ പിതാവിന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്വമുള്ളവൻ. അവനാശുണ്ടായി അവൻ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നിറങ്ങി പരിശുദ്ധാത്മാവിനാ കന്യകലോകിച്ച മനുഷ്യനായിത്തീർന്നു. പുണ്യവിശ്വാസനം കൊണ്ട് രക്ഷിക്കപ്പെട്ടു. അവന് കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു. തിരുവനന്തപുരം 3 ഉയർത്തി നയിച്ചു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാനുവത്തുവാത്തിരിക്കുന്നു. അവൻ ചുള്ളരെ മനുഷ്യനായി പന്നത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും തോന്നുന്നവനും പിതാവ് തോന്നിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രാചീനോട് പറച്ചിനുമായ വിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ആധുനിക അപ്പോസ്തലികമായ വിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു. പാപമധ്യസ്ഥമേ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇയർ എൻഡിങ് സർവീസ്, ആണ്ടവസാന ശുശ്രൂഷ 11:30 നമ്മൾ ക്രമീകരിച്ചിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്രമീകരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രകാരം 4 പേരുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 6 പേര് വേണം. ഞാൻ പറഞ്ഞത് കമ്മിറ്റി അംഗങ്ങൾ ഒഴികെ 10 പേരെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മെ സംബന്ധിച്ച് അണ്ടവസാന ശുശ്രൂഷ വളരെ പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. ജനുവരി 1 ന്യൂ ഇയർ സർവീസ് പതിവ് പോലെ 9 AM തന്നെ ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. ഇയർ എൻഡിങ് സർവീസ് ഉണ്ടെങ്കിൽ അതിന് ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സഹകരിക്കുക. സൺഡേ സ്കൂൾ ഒരു അറിയിപ്പുണ്ട്. ഇനി സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത് ജനുവരി 3-ാം തീയതി സൺഡേ മുതൽ മാത്രമായിരിക്കും എന്ന് പേരൻസിൻ്റെ അറിവിലേക്ക് അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ സമയം വരെയും കോവിഡിൻ്റെ മധ്യത്തിലാണ് നാം. പലരും ഓരോ ഓഫർട്ടിയോ ടൈത്തോ അതുപോലെ തന്നെ താങ്ക്സ് ഗിവിങ്, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി
വേണമെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് നൽകാം. കാരണം നമ്മുടെ സഭ സാമ്പത്തികമായും ആത്മീയമായും വളർച്ച പ്രാപിക്കണമെങ്കിൽ സഭവിശ്വാസികളായിരിക്കുന്ന നമ്മുടെ കൈത്താങ്ങൾ ഉണ്ടാകണം. വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതാത് മാസം കൊടുക്കേണ്ട വരുമാനങ്ങൾ വളരെ കൃത്യതയോടെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് മാതൃകപരമായിട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടുണ്ട്. കാരണം നമ്മുടെ സഭ വളരണം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് നാം വളർച്ച പ്രാപിക്കുന്നത്. നമ്മൾ ഇന്ന് കുറച്ച് ഫാമിലിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് വന്നെല്ലാം കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നമ്മെ സ്നേഹം കരയറ്റുകയും ചെയ്യുന്നു. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ പതിവ് പോലെ ഉള്ളവർ ഫാമിലി കവർ സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും ഭംഗിയായിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കോൺട്രിബ്യൂഷൻ നൽകിയ എല്ലാവരോടുള്ള അന്വേഷണം അറിയിക്കുകയാണ്. ഈ നാളിൽ ഏറ്റവും മികച്ചതായ പ്രോമിസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിലകാല അഭിലാഷമായിരുന്നുവല്ലോ നമ്മുടെ ദേവാലയം. നമ്മുടെ ഡിഗിങ് വർക്ക് കഴിഞ്ഞു, പില്ലർ വർക്കിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ഞാൻ വളരെ സുതാര്യമായിട്ടാണ് ലഭിക്കുന്ന എമൗണ്ടുകളൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രിഗേഡിയർ ഇ.ജെ. ജോർജ് അങ്കിൾ 4 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ദേവാലയത്തിനുള്ള കാർപ്പറ്റൂടെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങൾ ഇന്ന് ആരാധന സംബന്ധിക്കുന്നെങ്കിലും അങ്ങളിനോടും ഉഷാന്റിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നത്. ചെറിയ ക്ലാപ്പ് കൊടുത്താട്ടെ. അതുകൊണ്ട് ഈ നാളുകളിൽ അതുപോലെ തന്നെ പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ആൻറ്റിമാരൊക്കെ സഹകരിക്കുന്നുണ്ട്. അന്നമ്മ ആൻറ്റി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്കുള്ളത് ഇത്രയേ ഉള്ളൂ, 15,000 നൽകിയിട്ടുണ്ട്. ആ ആൻറ്റിയുടെ വിലപ്പെട്ടതായ നല്ല സാക്ഷ്യത്തിനായി നമ്മുടെ സ്വാഗതം ചെയ്യാൻ നമുക്ക് നല്ല ക്ലാപ്പ് കൊടുക്കാം. അതുപോലെ മിസ്സസ് ഷൈനി മാത്യു ജോലിയുടെ ഭാഗമായിട്ട് ദേവാലയ നിർമ്മാണത്തിന് കഴിഞ്ഞ ദിവസം 25,000 നൽകിയിട്ടുണ്ട്. ആ ഷൈനിയുടെ നല്ല മാതൃകയ്ക്കായിട്ട് നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. എമൗണ്ട് വലുത് ചെറുതെന്നല്ല, ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ്. ഈ നാളുകളിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ളായ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. മിസ് നവീൻ ചെറിയാൻ, മിസ് ജുവലിൻ ഗ്രേസ് മാണി, മിസ് അനയ ജേക്കബ്. ഉണ്ടെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് കൊണ്ടുവരാം. മറ്റാരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവർക്ക് കൊണ്ടുവരാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന എല്ലാ പ്രിയ മക്കളുടെയും ദൈവം സമർപ്പിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ചെറു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനം വിവേകവും പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണക്കിരിക്കുന്ന പ്രിയ കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവേ, പുതുവർഷം പുതിയ കൃപകൾ അനുഗ്രഹങ്ങളോട് ചൊരിയണമേ. നമ്മളായിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നമ്മളെ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.
ദൈവത്തിന്റെ കരുണയേക്കാൾ സന്തോഷപ്പെട്ട പ്രിയമോട് നിന്ന് എത്തിക്കുമാറട്ടെ. വെഡിങ് ആനിവേഴ്സറി മിസ്റ്റർ ആൻഡ് മിസ്റ്റർ റോഷൻ വർക്കി എബ്രഹാം, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ അൻഷി മാത്യു, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ ഐസക് ജോർജ് എ. നമുക്ക് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹോത്സവം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അതിനെ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരമായ ശീലമായി ഭൂമിയുടെ വരപ്പോൾ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അതിനെ അതിഥിയമായ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവോപരി നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പേര് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയാണ് അനുഗ്രഹിക്കണം. ഈ പ്രിയപ്പെട്ടവർ പ്രധാനമായി കൊടുത്തിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും നിങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, പുതിയ വർഷം പുതിയ കൃപകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയിക്കാൻ എൻ്റെ മക്കൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ പ്രിയമക്കളെയും സർവ്വ നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കീർത്തനം 231 ഏതാനും ചരണം പാടുമ്പോൾ നമ്മുടെ ഫാമിലി സംഘയുടെ അക്കൗണ്ട് നമുക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാനാണ്. കീർത്തനം 231 എല്ലാവർക്കും എഴുതിയെടുക്കാം. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കുടുംബങ്ങളായി ഈ നാളുകളിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്ന അവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ഭക്തനായ യോശുവ പറഞ്ഞുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ അവിടുത്തെ ഓരോ പ്രിയമക്കളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കോവിഡ് കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടെ നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. വിദേശത്തും നാട്ടിലുമായിരിക്കുന്ന ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്നിടങ്ങളിൽ സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്ന ജനഭാഗ്യമുള്ളത് ഭാഗ്യകരമായ പ്രത്യാശകൾ നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിവാഹശുശ്രൂഷകളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അവിടുത്തെ പ്രിയ മക്കളെല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. തുടർന്ന് വിവാഹത്തിൻ്റെ ഒരുങ്ങുന്ന പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ജീവിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സകല കുടുംബക്കാരനുപതനായ കർത്താവ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും സർവ്വോന്നത നന്മകളാ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ.
എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും സർവശക്തനായ ദൈവം നമുക്കൊരവസരം കൂടി ദാനമായി നൽകിയതിനായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർക്കാം. എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകൾക്കുമായി ഇന്നിവിടെ സ്തോത്രം ചെയ്യാം. മധ്യകേരള മഹായിടവ ഒരു അധ്യക്ഷനായിട്ട് ഈ നാളിൽ പ്രാർത്ഥനയുണ്ടായിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതായ നെൽസൺ ചാക്കോ അച്ഛനെയും സൗഖ്യ ചെറിയ അച്ഛനെയും ഒത്ത് പ്രാർത്ഥിക്കാം. അവിടുന്ന് കർത്താവ് ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. മേജർ ഡയസിനെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. റൈറ്റ് റവറൻഡ് ഡോക്ടർ സോളമൻ രാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകൾക്കായി ഇന്നോടെ സ്തോത്രം ചെയ്യാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈദരാബാദ് CSI സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങൾക്കുമായി ഇന്നോട് സ്തോത്രം ചെയ്യാം. വിദേശത്തായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി ദുഃഖിതരായി കഷ്ടതയും പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കാം. വാക്യസഹിതമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ അവിടെ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾ യാചിച്ചു, അപേക്ഷിച്ചു. എൻ്റെ കർത്താവ് കേട്ട് ഉത്തരമല്ലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സൗലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുനാഥൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിനോർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തിനായി ഇന്നോട് സ്തോത്രം ചെയ്യാം. നിന്റെ മക്കളുടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. യൂത്ത് മൂവ്മെന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായും ബൈബിൾ സ്റ്റഡിക്കായി ഇന്നോട് സ്തോത്രം ചെയ്യാം. ഒരു വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷക്കാലം ദൈവ അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ലിത്താനി പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയും പിന്നാലെ കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. നീതിയിലും സമാധാനത്തിൽ അധിഷ്ഠിതമായ ലോകാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഹണികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളിലും ആദര ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മർദ്ദിതർക്കും രോഗികൾക്കും മരണത്തോട് സമീപിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്റെ ഐക്യത്തിനു വേണ്ടിയും ലോകത്തിലൂടെ സേവനത്തിനും സൈക്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ, യുവജനസഖ്യം, സുജനസഖ്യം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാ പരിദൃശ്യന്മാർക്ക് വേണ്ടി, എല്ലാ സിസ്റ്റർക്ക് വേണ്ടിയും, ഞങ്ങളുടെ മുടക്ക് വേണ്ടിയും, ഉത്തരേന്ത്യ സഭയുടെ മുടക്ക് വേണ്ടിയും, മർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും, ഞങ്ങളുടെ ബിഷപ്പുമാർക്ക് വേണ്ടിയും, അവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ ഞങ്ങളെ നല്ല അത്ഭുത പ്രകാശി വിളിച്ചുകൊണ്ട് നന്മയും ശക്തിയും ഘോഷിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വസ്തയോട് ദൈവത്തെ സേവിച്ച് മരിച്ചോടുകൂടെ എന്റെ സന്നിധിയിൽ ഞങ്ങൾ നിത്യാനന്ദം അനുഭവിക്കേണ്ടതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാവുന്ന സഭയും മുഴുവൻ പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാവരുമുള്ള ജനങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിൽ ഓരോരുത്തരും ഓരോ വിലയിലും ശുശ്രൂഷയിലും നിന്റെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവ് നിശ്ചിതവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ത്രാണാർപ്പണത്തിനും അപ്പം ശുശ്രൂഷയ്ക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഭദ്ര മനോഹരവുമാകുന്നു. അപ്പൊന്നാകൊണ്ട് വളരാൻ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ അകലമായ കൈസൂരി സ്വീകരിക്കാം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 417, ഹിൻ നമ്പർ 417. Oh
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയപുത്രൻ്റെ രക്തത്താൽ നിന്റെ കൃപാസനതയ്ക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാദൈവരായി ഞങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള നിനക്കുള്ളതാകുന്നു. നിന്നെ ഇന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായോ ഞങ്ങൾ ചെയ്യുന്ന മുറയുമാകുന്നു. ദൈവമക്കളാകുവാൻ അവൻ മൂലം ഞങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി മറിയിൽ ജനിപ്പാൻ നീ തന്നതിനാൽ പ്രത്യേകമായി ഈ കാലത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാനാധിപന്മാരോടും സുഹൃത്തിലെ സകല സമൂഹത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും ആശ്വഭൂമിയിൽ വന്നു കർത്താവേ നോത്തുന്ന ചൊല്ലിയും നോത്തനാമത്തെ പൂർത്തി മോത്തപ്പെടുന്നു. കർത്താവത്തിൽ വന്നവരായിരിക്കുന്ന മോത്തപ്പെട്ടവനാവുന്നു. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആഗ്രഹ സ്നേഹം കൊണ്ട് നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ സ്വഭാവത്തെടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി പുരുഷന്മേൽ മനോരയിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും ദയക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മനത്തെക്കുറിച്ച് ഇടവിരാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റയെടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി
അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം ഞാൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിമിത്തമുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിലവത്തൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവനെ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും നിന്റെ വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനൈക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹാബലിയാകുന്ന അവങ്കിലേക്ക് സകലത്തിനുള്ളതെന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനമഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നാം ശരിക്കപ്പെടണമേ. ഈ കുടുംബ ഞായറാഴ്ച എല്ലാ പ്രിയപ്പെട്ടവർ കടന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിലും നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നമ്മുടെ കുടുംബങ്ങളുടെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ കുറവുകളുടെ ദൈവസ്ഥനിൽ അവിടെ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിരവധമായ കരുണകളില്ലാതെ നിരസനാശ്രയിച്ചുകൊണ്ട് നിന്റെ വശിലേക്ക് വരുവാൻ തുനിയുന്നില്ല. നാം ഓർക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ.
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം സത്യാമൃതയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസത്തോട് വിശുദ്ധ മേശയിലേക്ക് കടന്നു വരാം. കുടുംബമായിട്ട് കടന്നു വരുന്നത് അനുഗ്രഹമായിരിക്കും. എലമെന്റ്സ് ഉപയോഗിച്ച ശേഷം കപ്പുകൾ വേസിൽ നിക്ഷേപിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹമാണ് ഇതെന്നിരിക്കുമാറാകട്ടെ. സത്യാനുഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം, യേശുക്രിസ്തുവിന്റെ തിരുരക്തം, സത്യാനുഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ജീവനൊപ്പം ആവേശത്തിന്റെ ജീവനൊപ്പം ആവേശത്തിന്റെ ശരീരം, ജീവന്റെ ഒപ്പം ആവേശത്തിന്റെ ശരീരം, ജീവന്റെ ഒപ്പം ആവേശത്തിന്റെ ശരീരം.
സത്യമെന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യമെന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യമെന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യമെന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം അനുഗ്രഹങ്ങൾ പാടുള്ളൂ ഇതെന്ന് വിളിക്കുമാറാകട്ടെ. സമാധാനം അനുഗ്രഹങ്ങൾ പാടുമാകട്ടെ. ജീവന്റെ പണം ജീവന്റെ പണം ജീവന്റെ പണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെ സമാധാനം അനുഗ്രഹങ്ങൾ പാടുള്ളൂ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമെന്ത് വിശ്വാസം കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യവതി കർത്താവുമായ യേശു മിശിഹായി ഞങ്ങളുടെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിലേറിയ രക്തമെന്ന ആത്മീയ ആഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാവമോചനത്തിനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വിലയില്ലാത്ത ഞങ്ങൾ സ്തോത്രം ചെയ്തതിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളാത്മാക്കളെ ജീവന വിശുദ്ധയാഗമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നനുസരിച്ച് ഒടുവിൻ്റെ സുഖരാജ്യത്തിൽ സർവശക്തമായിട്ട് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്നോട് അപേക്ഷിക്കുന്നു. അവ നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്നല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും ഭർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
കുടുംബ ഞായറാഴ്ച സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ചെറിയ സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ സംബന്ധിച്ചിലേക്ക് കൊടുക്കുന്നു. കീർത്തനം 229 ഈ നമ്പർ 229 1, 2, 3 and 5. നമുക്ക്